ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം രക്ഷ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ അവതരിപ്പിക്കുകയുണ്ടായി. ആ സബ്ജക്റ്റ് അങ്ങനെ ചെയ്യുവാനുള്ള പ്രധാന കാരണം വീഡിയോ കേട്ടവർക്കറിയാം. കാലടിയിൽ കൂടി വരുന്നൊരു ഗ്രൂപ്പ് അവർ പഠിപ്പിക്കുന്ന ചില ഉപദേശങ്ങളുടെ പിന്നിൽ മറഞ്ഞു കിടക്കുന്ന അപകടകരമായ ചില ആശയങ്ങളെ വെളിപ്പെടുത്തുക എന്നൊരു ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത്. ശ്രോതാക്കളിൽ പലരും വിളിക്കുകയും നിങ്ങൾ തരുന്ന പലവിധ പ്രോത്സാഹനങ്ങൾ തരികയും ചെയ്യുന്നതോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വമർപ്പിക്കുന്നു. വചനത്തിൻ്റെ സത്യോപദേശം ഗ്രഹിക്കുവാൻ ദാഹത്തോടു കൂടിയിരിക്കുന്ന അനേകർ ഉണ്ട് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്നും അതിൻ്റെ തുടർന്നുള്ള ഒരു വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. അതേ ഗ്രൂപ്പ് തന്നെ പഠിപ്പിക്കുന്ന ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ ചില വചന യാഥാർത്ഥ്യങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത്, രക്ഷിക്കപ്പെടുവാൻ വിശ്വാസം മാത്രം മതി, അതിൻ്റെ പിന്നിൽ യാതൊന്നും ചെയ്യേണ്ടതില്ല. അത് വളരെ സത്യമായൊരു കാര്യമാണ്. പക്ഷേ അദ്ദേഹം അവരെ പഠിപ്പിക്കുമ്പോൾ പറയുന്ന ചില കാര്യങ്ങൾ, വായിപ്പിക്കുന്ന വാക്യങ്ങൾ, ആ വാക്യങ്ങളിൽ നിന്ന് കൊടുക്കുന്ന വിശദീകരണങ്ങൾ ഒന്ന് നമ്മൾ കേൾക്കുമ്പോൾ അവരെത്രത്തോളം വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ വചനത്തിൻ്റെ പിന്താങ്ങലോട് കൂടിയാണ് അവരുടെ ഉപദേശങ്ങളെ പഠിപ്പിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആദ്യമായി സ്വയമായി അവരുടെ ഈ കൂടിവരവിനെക്കുറിച്ച് എന്നോട് പറഞ്ഞ ചില കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ പ്രാഥമികമായി രണ്ട് കാര്യം പറയട്ടെ. ഇവർ ഏകദേശം 25ഓളം വർഷങ്ങളായി അവിടെ കൂടി വരുവാനും എല്ലാ ഞായറാഴ്ചകളിലും ആരെങ്കിലൊക്കെ ഗസ്റ്റായിട്ട് വിളിക്കും. അത് ഇന്ന സഭയെന്നില്ല, ഇന്ന മതസ്ഥർ എന്നില്ല, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ വരെ അവിടെ ചെന്നിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 25 വർഷം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1300ഓളം ഞായറാഴ്ചകൾ അവർ കൂടി വന്നിട്ടുണ്ടാകണം. അതിലൊരു 250 പേര് അല്ലെങ്കിൽ ഒരു 300 പേര് പോകട്ടെ മറ്റു മതത്തിൽ നിന്ന് വന്നവരായിരിക്കാം. എന്നാൽ പെന്തക്കോസ്ത് പാസ്റ്റർമാരായിരിക്കുന്ന കുറഞ്ഞതൊരു 1000 പേരെയെങ്കിലും അവർ വിളിച്ചിട്ടുണ്ടാകണം. അപ്പോൾ ഞാനൊരു പ്രാവശ്യം പോയി എന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അവിടെ നിന്ന് അതിനുശേഷം എൻ്റെ സ്നേഹിതരായിരിക്കുന്ന പലരും അവിടെ പോയി അവരിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, അവിടെ വിളിച്ചു പറ്റുന്ന ആൾക്ക് ആവശ്യത്തിന് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ സമയം തരും. അതിനുശേഷം ഇവർ ഒരു പ്രതികരണ ക്ലാസ് എന്ന് പറഞ്ഞൊരു ക്ലാസ് അതിനോടുള്ള ബന്ധത്തിൽ നടത്തുന്നുണ്ട്. അവിടെ സംശയങ്ങളാണ് ചോദിക്കുന്നത്. ഈ സംശയങ്ങൾ ഇവർ ചോദിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അടിസ്ഥാനമില്ലാത്ത സംശയങ്ങളൊക്കെ ചോദിക്കുന്നത്. എന്നോട് ചോദിച്ചു, ഞാനത് വിശദീകരിച്ച് പറയുന്നുണ്ട്, ഈ കൂടെ പറയുന്നുണ്ട്. എന്നിട്ട് അവർ തന്നെ അതിന് മറുപടി കണ്ടെത്തി അതങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് വളച്ചൊടിച്ചുകൊണ്ട് അവർ തന്നെ അവതരിപ്പിക്കുക. അവരിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്, ആരെല്ലാം വന്ന് എന്തെല്ലാം പറഞ്ഞാലും അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് അവരെ ഒന്ന് പറഞ്ഞ് കേൾപ്പിക്കുക. എന്നിട്ട് അവരെ ഒന്ന് പരിഹസിച്ച്, ശരിക്കും പരിഹസിക്കുന്നുണ്ട്, അതിന് തെളിവുണ്ട്. അപ്പോൾ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ചിരിക്കാനും ഒന്ന് സന്തോഷിക്കാനും ഒക്കെ ഒരു എന്താ പറയുന്ന അവർക്കൊരു സന്തോഷത്തിനുള്ളൊരു കൂടിവരവ്. അപ്പോൾ അതിന് ഇരയായ അനേകരുണ്ട്. ചിലരൊക്കെ എന്നെ വിളിച്ചു. എല്ലാവർക്കും എല്ലാം അറിയണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഒരു പക്ഷേങ്കിൽ അവിടെ അവതരിപ്പിക്കുന്ന വിഷയത്തിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ എല്ലാവർക്കും ഒരു മറുപടി കൊടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നോടൊരു ചോദ്യം ചോദിച്ചു, ഞാൻ മറുപടി പറയുന്നില്ല. അതിൻ്റെ മറുപടിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ആയിട്ടത്. കാരണം അവിടെ നിന്ന് 1-2 വാക്കുകളിലൂടെ നിന്ന് പറഞ്ഞാൽ അത് അവരത് അംഗീകരിക്കാനും പോകുന്നില്ല. എന്നാൽ ഈ വിഷയത്തിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊട്ടെ അത് പഠിക്കാനും ലഭിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്കും കേൾക്കാം, സാധാരണ മറ്റുള്ളവർക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പഠിക്കാം. ആ ലക്ഷ്യത്തിലാണ് ഞാൻ അവിടുന്ന് മൗനമായി പോകുന്നത്. എന്നോട് ചോദിച്ച മിക്കവാറും ചോദ്യങ്ങൾക്ക് ഞാനവിടെ മറുപടി കൊടുത്തു. അതിൻ്റെ തെളിവ് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ആദ്യത്തെ വീഡിയോ കഴിഞ്ഞപ്പോൾ തന്നെ ആ കൂട്ടത്തിൽ നിന്നാണ് തോന്നുന്നു, യാതൊരു സംശയവുമില്ല, വാട്സാപ്പിലൂടെ വളരെ മോശമായി തന്നെ
എനിക്ക് ചില സന്ദേശങ്ങളൊക്കെ അയക്കുകയുണ്ടായി. അതൊന്നും നമുക്ക് വിഷയമല്ല. കാരണം ഈ ആടുകളെ മേയ്ക്കുന്നവരാണല്ലോ ഇടയന്മാർ. ഇപ്പോൾ പാസ്റ്റർമാരെന്ന് പറഞ്ഞാൽ അവർ വിശ്വാസികളെ മേയ്ക്കുന്നവരാണ്. അവർക്ക് ആടുകൾക്ക് പുല്ലും വെള്ളവും ഒക്കെ കൊടുക്കുന്ന പോലെ തന്നെ വിശ്വാസികൾക്ക് വചനത്തിലൂടെ അവരുടെ ആത്മീയ വളർച്ചയ്ക്കുള്ള ആഹാരം കൊടുക്കുക, അവരുടെ ആത്മീയ ദാഹം മാറ്റുക, ഇതൊക്കെയാണല്ലോ. പക്ഷേ ഈ ഇടയന്മാർക്ക് മറ്റൊരു ദൗത്യം കൂടിയുണ്ട്. അത് ദാവീദ് 2 പ്രാവശ്യം സന്ദർഭത്തെ അഭിമുഖീകരിച്ചതായിട്ട് നമുക്ക് വിശുദ്ധ ബൈബിൾ കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന്, ഒരിക്കലും കരടി വന്ന് പിടിച്ചു. പിന്നെ തൻ്റെ ഒരു ആടിനെ ഒരിക്കൽ സിംഹം വന്ന് പിടിച്ചു. ആ സിംഹം വന്ന് പിടിച്ചപ്പോൾ ആ സിംഹത്തിൻ്റെ പ്രധാനമായ 4 കൂർത്ത പല്ലുകളുണ്ടല്ലോ, ആ പല്ലുകൾക്കിടയിൽ നിന്ന് ആ ആടിനെ രക്ഷിക്കുക എന്നുള്ളത് ഇടയൻ്റെ ദൗത്യമാണ്. അപ്പോൾ അതുവരെ അവകൾക്കുള്ള പുല്ലും വെള്ളവും കൊടുത്തുകൊണ്ടിരുന്ന ആട് 4 കൂർത്ത പല്ലുകൾക്കിടയിൽ അകപ്പെട്ട് പോയപ്പോൾ ആ പല്ലുകൾക്കിടയിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ള ദൗത്യം കൊണ്ട് ഇടയനുണ്ട്. അതങ്ങനെ രക്ഷിക്കുമ്പോൾ വേറൊരു കാര്യമുണ്ട്. ഇത് പിടിച്ചു വെച്ചിരുന്ന ഈ കൂർത്ത പല്ലുകളുണ്ടല്ലോ, അത് സിംഹത്തിൻ്റെ വായിലായിരുന്നല്ലോ. ആ സിംഹം നോക്കി നിൽക്കത്തില്ല, ആ സിംഹം ചാടും. എന്ന് പറഞ്ഞാൽ ദുരുപദേശങ്ങളാകുന്ന പല്ലുകൾ പിടിച്ചു വെച്ചിരിക്കുന്ന ആടുകളെ പറിച്ചെടുക്കാൻ ചെല്ലുന്ന ദാവീദുമാരുടെ നേരെ സിംഹത്തിൻ്റെ ആക്രമണം ഉണ്ടാകും. അത് പ്രതീക്ഷ തന്നെയാണ് ദാവീദ് അങ്ങോട്ട് അടുത്ത് ചെന്നത്. ഈ കൂർത്ത പല്ലുകൾക്കുള്ളിൽ, ദുരുപദേശത്തിൻ്റെ കൂർത്ത പല്ലുകൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ആടുകളെ പറിച്ചെടുക്കാൻ ചെല്ലുന്നത് സിംഹം ചാടി വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വാട്സാപ്പിലൂടെയൊന്നും അങ്ങനെയൊന്നും പെടുത്തിയൊന്നും ഒരു കാര്യമില്ല. ഇത് സത്യവചനമാണ് പറയുന്നത്. ഈ സത്യം വിളിച്ചു പറഞ്ഞിട്ട് അതിൻ്റെ പിന്നിൽ എന്തെല്ലാം വന്നാലും അത് കേൾക്കാനും അത് അനുഭവിക്കാനും ഉള്ള സമർപ്പണവും മനോധൈര്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ വചനം പറയുന്നുണ്ട്, അവൻ തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണിയിരിക്കാൻ. വചനത്തിൻ്റെ ഗൗരവം അറിയാമോ? അപമാനം സഹിക്കണമെങ്കിൽ ചില യോഗ്യതയൊക്കെ വേണം. അതെൻ്റെ വേറൊരു എപ്പിസോഡിൽ അതിൻ്റെ ആത്മീയ അർത്ഥം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയൊന്നും അത് വലിച്ചേർക്കുന്നില്ല. അപ്പോൾ ഇവരുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഉപദേശിമാരെ വിളിച്ചു വരുത്തുക, പാസ്റ്റർമാരെ വിളിച്ചു വരുത്തുക, വേദി കൊടുക്കുക, അത് കഴിയുമ്പോൾ പിടിച്ച് അവരെ അങ്ങോട്ട് കശാപ്പ് ചെയ്യുക, അത് കണ്ട് ചിരിക്കുക, ആസ്വദിക്കുക. എന്നോട് പറഞ്ഞു, അതായത് ദ്വയാർത്ഥത്തിൽ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനത് പറഞ്ഞ് എനിക്കത് മനസ്സിലാകാഞ്ഞിട്ടൊന്നും അല്ല എന്ന് ഞാൻ പറയുകയും ചെയ്തു. കാരണം എനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. അവരെന്ത് പറഞ്ഞാലും ആ ഉപദേശം എന്താണെന്ന് അവർ പഠിപ്പിക്കുന്ന എന്താണെന്ന് ഗ്രഹിച്ചു വന്നിട്ട് ജനങ്ങളെ സത്യോപദേശം പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം ഇതിനകത്തുണ്ട്. പക്ഷെ അന്ന് എനിക്ക് വീഡിയോ പകർത്താൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ സ്നേഹിതൻ ഡോക്ടർ സാജി തോമസ് കടന്നു ചെന്നപ്പോൾ വീഡിയോ പിടിച്ചു. ഞാൻ അദ്ദേഹവുമായിട്ട് ചില കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചതിന് വെളിച്ചത്തിലാണ് അവർ പഠിപ്പിക്കുന്ന ഉപദേശം സത്യ ഉപദേശമാണോ ദുരുപദേശമാണോ എന്ന് ശ്രോതാക്കൾ, ഇത് കേൾക്കുന്ന നിങ്ങൾ വിധി എഴുതുക. ചില ചോദ്യങ്ങളാണ് ഇതിനോട് ഞാൻ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് അവരോടല്ല, അവർ പറഞ്ഞ ആശയത്തോടാണ് ചോദിക്കുന്നത്. ആ ആശയം ആരെല്ലാം ഉൾക്കൊള്ളുന്നോ അവരെല്ലാം അതിൻ്റെ മറുപടി കണ്ടെത്തുക. പ്രാരംഭത്തിൽ പറയുന്നത് വളരെ പൊതുവായ ഒരു യാഥാർത്ഥ്യമാണ് അവർ പറയുന്നത്. അതായത് രക്ഷിക്കപ്പെടുവാൻ വിശ്വാസം മാത്രം മതി, വിശ്വാസത്തിലൂടെ രക്ഷ ലഭിക്കും. എന്നാൽ ചേർത്ത് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയിൽ വിശ്വസിച്ചാൽ മാത്രം മതി സ്വർഗത്തിൽ ചെല്ലാൻ. അതിനുവേണ്ടി യാതൊരു പ്രവൃത്തിയും ചെയ്യേണ്ടതില്ല. ഇതാണ് ഇവർ പറയുന്നത്. അവർ പറയുന്നതൊന്ന് കേട്ടു നോക്ക്, എന്നിട്ട് നമുക്ക് അതിനോടുള്ള ബന്ധത്തിൽ ചില ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കാം. ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ യഹൂദനെന്നോ വിജാതീയനെന്നോ യാതൊരു വ്യത്യാസമില്ല, സ്ത്രീ എന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല, പാതിരി എന്നോ പട്ടക്കാരനെന്നോ പാസ്റ്റർ എന്നോ വ്യത്യാസമില്ല, ആർക്കും എങ്ങനെ കിട്ടും? ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ വിശ്വാസം വഴി ലഭിക്കുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ദൈവനീതി ലഭിക്കുന്നത്? ആരിലുള്ള വിശ്വാസം?
യേശു ക്രിസ്തുവിൽ എന്തിലുള്ള വിശ്വാസം മൂലം? യേശു ക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയിലുള്ള വിശ്വാസം മൂലം ഏതൊരു മനുഷ്യനും എവിടെ ചെല്ലാം? സ്വർഗത്തിൽ ചെല്ലാം. നരകത്തിൽ പോകാതിരിക്കാൻ അല്ലെങ്കിൽ പീഡന സ്ഥലത്തിൽ ചെന്നു ചേരാതിരിക്കാനുള്ള ഏക പോംവഴി എന്താണ്? യേശുക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയിൽ വിശ്വസിച്ചാൽ മാത്രം വഴി വേറെ യാതൊരു കർമ്മങ്ങളുടെയും ആവശ്യമില്ല എന്നിവിടെ വ്യക്തമായി പറയുന്നു, അല്ലെ? വളരെ സത്യമായ ഒരു കാര്യം പറഞ്ഞിരുന്നത്, രക്ഷിക്കപ്പെടുവാനായി നാം പ്രവൃത്തിയൊന്നും ചെയ്യേണ്ടതില്ല. അവന് യേശുവിൻ്റെ പാപപരിഹാര യാഗത്തിൽ വിശ്വസിച്ചാൽ മാത്രം മതി. അടുത്ത ഒരു വാക്യത്തിൽ നിന്ന് അവർ പറയുന്നത് നമ്മൾ കൂട്ടിച്ചേർത്ത് പഠിക്കുമ്പോൾ ഇദ്ദേഹം എന്താണ് പറയുന്നതെന്ന് ഇദ്ദേഹത്തിന് തന്നെ വ്യക്തതയില്ലെന്നുള്ള കാര്യം ഉറപ്പാണ്. അതൊന്ന് കേട്ടു നോക്കാം. എബ്രായ ലേഖനം 5-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പരിപൂർണനാക്കപ്പെട്ടത് വഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. പരിപൂർണനാക്കപ്പെട്ടത് വഴി എങ്ങനെ പരിപൂർണനാക്കപ്പെട്ടത് വഴി? രക്ഷ പരിപൂർണമായി നിവർത്തിക്കപ്പെട്ടത് വഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമാണ്. തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 36-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അനുസരിക്കാത്തവൻ ജീവൻ നശിക്കുകയില്ല, ദൈവകോപം അവന്റെ മേലുണ്ട്. അപ്പൊ കേട്ടല്ലോ, അതിന് വായിപ്പിച്ച വാക്യങ്ങൾ. ഒന്ന്, യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായത്തിൽ 35-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, സകലവും അവൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. ഇവിടെ വാക്യത്തിൽ ആദ്യം പറയുന്നത് പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ആദ്യം പറഞ്ഞല്ലോ, വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? യേശുവിൻ്റെ ക്രൂശ് മരണ യാഗത്തിൽ പാപ പരിഹാര ബലിയിൽ വിശ്വസിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞ ആള് രണ്ടാമത് വായിപ്പിച്ച വാക്യത്തിൽ പറയുന്നത് പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അപ്പോൾ വിശ്വസിക്കുന്നതിന് എന്തുണ്ട്? നിത്യജീവനുണ്ട്. പക്ഷെ അതിൻ്റെ അടുത്ത ഭാഗം പറയുന്നത് അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. ഒരൊറ്റ സംശയം ചോദിച്ചോട്ടെ. വിശ്വാസം എന്ന് പറഞ്ഞാൽ മനസ്സിലായി, എൻ്റെ പാപപരിഹാരത്തിന് വേണ്ടിയാണ് യേശു ക്രൂശിൽ യാഗമായി തീർന്നത്, അതുകൊണ്ട് ഈ രക്ഷകനെ ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ള വിശ്വാസം മതി. പക്ഷെ ഇവിടെ അനുസരണമെന്ന് പറഞ്ഞിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? വിശ്വാസം എന്ന് പറഞ്ഞാൽ മനസ്സിലായി, എന്തുമാണ് ഈ അനുസരിക്കേണ്ടത്? വിശ്വാസം വേറെ, അനുസരണം വേറെ. ഞാൻ ഒരു ഉദാഹരണം പറയുക. ഇപ്പോൾ ഈ ക്ലാസ് എടുത്ത പോളച്ചായൻ എന്നോട് പറയുക, ഡേവിഡെ നമുക്കൊരു ബിസിനസ് ഒരുമിച്ച് ചെയ്യാം, നമുക്ക് അത് എൻ്റെ ആരംഭത്തിലേക്ക് ഒരു 10 ലക്ഷം രൂപ എനിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടുക, 20 ലക്ഷം രൂപ എന്നെ മുടക്കാക്കും, അല്ല 10 ലക്ഷം രൂപ ഡേവിഡ് എടുക്കുക, 10 ലക്ഷം രൂപ ഞാൻ എടുക്കാം. അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ വിശ്വാസമാണ്. ഞാൻ യാതൊരു തെളിവും കൂടാതെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ 10 ലക്ഷം രൂപ ഇട്ട് കൊടുക്കുന്നു. അതൊരു വിശ്വാസമാണ്. അതൊക്കെ കഴിഞ്ഞ് ബിസിനസ് ഒന്നിച്ച് തുടങ്ങാൻ നേരത്ത് എന്നോട് പറയുക, ഡേവിഡ് ഈ കാണുന്ന കുളത്തിലേക്കൊന്ന് എടുത്ത് ചാട്. ഞാൻ അനുസരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് നീന്തൽ അറിയില്ല, ഞാൻ അനുസരിക്കത്തില്ല. അപ്പോൾ എനിക്ക് 10 ലക്ഷം രൂപ കൊടുക്കാൻ എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു. പക്ഷെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ താൻ എന്നോട് കൽപ്പിക്കുന്ന, എന്നോട് പറയുന്ന കാര്യത്തെ ഞാനതിന് ചെയ്യുമ്പോഴാണ് അതിന് അനുസരണമായി മാറുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട പോൾ എന്ന് പറയുന്ന ഈ അച്ചായൻ ആദ്യം പറഞ്ഞു, യേശുവിൻ്റെ പാപപരിഹാര ബലിയിൽ വിശ്വസിച്ചാൽ മാത്രം മതി, വേറെ യാതൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞപ്പോൾ രണ്ടാമത് പറയുന്ന അനുസരിക്കാത്തവന് അവൻ്റെ മേൽ അനുസരിക്കാത്തവന് നിത്യജീവനില്ല, അവൻ്റെ മേൽ ദൈവക്രോധം വരുന്നതേയുള്ളൂ. അപ്പോൾ വിശ്വാസമുള്ളത് അനുസരിച്ചില്ലെങ്കിൽ എന്ത് കിട്ടും? ദൈവക്രോധം വരും. വളരെ
വ്യക്തമല്ലേ വചനം? വളരെ വ്യക്തം. അപ്പോൾ വിശ്വാസം മാത്രം പോരാ, നിത്യജീവനിൽ എത്തിച്ചേരണമെങ്കിൽ അവൻ അനുസരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെന്താണ് അനുസരിക്കേണ്ടത്? അവൻ കൽപ്പിച്ചതനുസരിക്കണം. എത്രയോ സ്ഥലത്ത് പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ, യോഹന്നാൻ്റെ ലേഖനങ്ങളിൽ പറയുന്നുണ്ട്, അവനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതാണ്. എന്താണ് ഈ കൽപ്പന? പുതിയ നിയമം സ്ഥാപിതമായിട്ട്, അതായത് രക്ഷയ്ക്കുള്ള വഴി ക്രൂശിൽ തുറന്നതിന് ശേഷം യേശു കൊടുക്കുന്ന കൽപ്പന എന്ന് പറയുന്നത്, നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കുവിൻ. ഇത് യേശു കൽപ്പിച്ചൊരു കാര്യമാണ്. അവിടെ പറയുന്നുണ്ട്, ഞാൻ പ്രമാണിപ്പാൻ ആയിട്ട് നിങ്ങളോട് കൽപ്പിച്ചത്. അപ്പോൾ വിശ്വസിച്ചാൽ മാത്രം മതിയെങ്കിൽ എന്തുവായി പ്രമാണിക്കാനിരിക്കുന്നത്? എന്തുവാ കൽപ്പിച്ചതൊക്കെയും? എന്തുവാ കൽപ്പന? ആദ്യം തന്നെ പറഞ്ഞു, നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചിട്ട് വേണം. അപ്പോൾ ആ കൽപ്പന തന്നെ വേണ്ട എന്ന് പറയുമ്പോൾ, ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ, അതായത് സ്നാനപ്പെടുവൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വാക്യത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് മനസ്സിലായി. അനുസരണം എന്ന് പറഞ്ഞാൽ എന്തുവാ? അപ്പോൾ അത് അനുസരിക്കാത്തവൻ എന്തില്ല? നീ വിശ്വസിച്ചു എന്ന് പറഞ്ഞാലും അനുസരിക്കാത്തവൻ, അവൻ്റെ കൽപ്പനകളെ അനുസരിക്കാത്തവന് നിത്യജീവനില്ല. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഞാനൊന്ന് വിശ്വസിച്ചു, ഞാൻ കർത്താവിൽ ഇദ്ദേഹം പറയുന്ന പോലെ ഞാൻ വിശ്വസിച്ചു, പക്ഷേ എന്നോടൊരു കൽപ്പന പറഞ്ഞു. ഞാൻ ഉദാഹരണത്തിന് ഒരു പെന്തക്കോസ്ത് സഭയിലാണ് ചെന്നത്. എന്നോട് പറഞ്ഞു, യേശുവിൽ വിശ്വസിക്കണം, പരമയാഗത്തിൽ ആ ബലിയിൽ വിശ്വസിക്കണം. വിശ്വസിച്ചു. എന്നിട്ട് പാസ്റ്ററിനോട് പറഞ്ഞു, സ്നാനപ്പെടണം. അതെന്തുവാ? യേശു കൽപ്പിച്ചിട്ടുണ്ട്. അതൊന്നും യേശു പറഞ്ഞ വെച്ചാൽ എനിക്ക് അനുസരിക്കാൻ എനിക്ക് മനസ്സില്ല. ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്, എനിക്ക് സ്വർഗത്തിൽ പോകാം. അവിടെ പോളച്ചൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വർഗത്തിൽ പോകാൻ ഏക മാർഗം വിശ്വാസം മാത്രം മതി. ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്, ഞാൻ സ്നാനപ്പെടത്തില്ല. എന്നാലും എന്നോട് പറഞ്ഞ സഹോദര, ഇത് യേശു കൽപ്പിച്ചതാ. യേശു കൽപ്പിച്ചതൊക്കെ അവിടെ ഇരിക്കട്ടെ, എനിക്കത് അനുസരിക്കാൻ നേരമില്ല. അവൻ്റെ കൽപ്പന എനിക്ക് അനുസരിക്കാൻ നേരമില്ല, എനിക്കതിന് മനസ്സുമില്ല. ഇദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞാൻ രക്ഷിക്കപ്പെട്ടോ, എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ, എനിക്ക് നിത്യജീവൻ കിട്ടുമോ? ശ്രോതാക്കളായ താങ്കൾ എന്തു പറയുന്നു? ഒന്നത്. രണ്ടാമത്, എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങളും ചേർന്ന് വായിക്കാം. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണബോധനായി തീർന്നു. ഈ വാക്യത്തിലും പറയുന്നുണ്ടല്ലോ, തന്നെ അനുസരിക്കുന്ന ഏവർക്കുമാണ് രക്ഷയുടെ കാരണബോധനായി തീർന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇദ്ദേഹം പറഞ്ഞതിനനുസരിച്ച് വിശ്വസിക്കുന്നവർക്ക് രക്ഷ കൊടുക്കണം. അനുസരിക്കൊന്നും വേണ്ട, ഒന്നും ചെയ്യാനൊന്നുമില്ല. അനുസരണം എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മളോട് പറയുന്ന കാര്യം നമ്മൾ ചെയ്യുന്നതാണ് അനുസരിക്കുന്നത്. ചിലയിടത്തൊക്കെ പറയാറുണ്ട്, ഈ കൊച്ചിനോട് എന്നാ പറഞ്ഞാലും കേൾക്കുകയല്ല. നമ്മൾ ആ കേൾക്കുകയല്ലെന്ന് പറയുന്നതിൻ്റെ പദപ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അനുസരിക്കുകയല്ലെന്ന്. അപ്പോൾ കൊച്ചു പറയും, അമ്മച്ചി പറയുന്നത് ഞാൻ കേട്ടു, പക്ഷെ നീ അത് ചെയ്തില്ലല്ലോ, അതിനനുസരണക്കേടെന്ന് പറയുന്നത്. മനസ്സിലായോ? പറഞ്ഞതൊക്കെ കേട്ടു, യേശു കൽപ്പിച്ചതൊക്കെ അറിയാം, അത് ചെയ്യുമ്പോഴാണ് അനുസരണമാകുന്നത്. ചെയ്യാതിരിക്കുമ്പോൾ അനുസരണക്കേട്. ഇനി ഞാൻ ചോദിക്കട്ടെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നെന്ന് പറഞ്ഞിരിക്കുന്നത് യേശുവാണ് കൽപ്പിച്ചിരിക്കുന്നത്. അത് ചെയ്യാതെ ഞങ്ങളവനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അനുസരണം എതിരെ പോയി. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. നിങ്ങൾക്ക് രക്ഷയ്ക്ക് ആവശ്യമുള്ള എല്ലാം നിറപടിയായി ഞാൻ പൂർത്തിയാക്കിയിട്ടാണ് പിതാവിന്റെ അടുത്തേക്ക് പോകുന്നതെന്നല്ലേ പറഞ്ഞത്? എന്തെങ്കിലും ബാക്കി വെച്ചോ? രക്ഷയ്ക്കുള്ള എന്തെങ്കിലും കാര്യം ബാക്കി വെച്ചിട്ടാണ് പോയത്? അപ്പോൾ ബാക്കി വെച്ചു എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ പുരോഹിതന്മാരും പാസ്റ്റർമാരും. അപ്പോൾ രക്ഷയ്ക്ക് വേണ്ടി അത് വേണം, ഇത് വേണം, മറ്റത് വേണം എന്ന് പറയുന്നവർ യേശുക്രിസ്തുവിന്റെ രക്ഷ പൂർണ്ണമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അടുത്തവരോട് പറയുന്നത്, യേശു ഒരുക്കിയ രക്ഷ പൂർണ്ണ രക്ഷയാണ്. അതിന് യാതൊരു സംശയവുമില്ല. യേശു ഒരുക്കിയ രക്ഷ പൂർണ്ണമാണ്. അതിലൂടെ ലഭിക്കുന്ന നിത്യജീവൻ നിത്യമായ ജീവൻ തന്നെയാണ്, അല്ലാതെ പകുതി നാളത്തേക്കുള്ളതൊന്നുമല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇദ്ദേഹം ചേർത്ത് പറയുന്നത്, യേശു ക്രൂശിൽ
സകലതും നിവൃത്തിയാക്കി. അപ്പോൾ സ്വർഗത്തിലിരിക്കുന്ന യേശു ക്രിസ്തു സ്വർഗത്തിൽ എത്തുന്നതിന് മുമ്പ് ക്രൂശിൽ കിടന്ന് മരിച്ചപ്പോൾ ഒരു വാക്യം ഉദ്ധരിച്ചു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാമത്തെ വാക്യം, എല്ലാം പൂർത്തിയായെന്ന് പറഞ്ഞാൽ എല്ലാം താൽക്കാലികമായി ഞാൻ പൂർത്തീകരിച്ചിട്ടുണ്ട്, ബാക്കിയുള്ളതെല്ലാം പാസ്റ്റർമാരും പട്ടക്കാരും ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് പോയത്. സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞാൽ ഇവര് പഠിപ്പിക്കുന്നത് അവിടെ വെച്ച് രക്ഷയുടെ പരിപാടി എല്ലാം തീർന്നു, ഇനി വിശ്വസിക്കുന്നവന് രക്ഷ ലഭിക്കുന്നു. അതാണോ അതിൻ്റെ അർത്ഥം? രക്ഷയുടെ പദ്ധതി രക്ഷയുടെ മാർഗം പൂർണ്ണമാക്കി. പക്ഷേ ഇദ്ദേഹം എടുത്തു ചോദിക്കുന്നുണ്ടല്ലോ, ബാക്കി എന്തെങ്കിലും ശേഷിപ്പിച്ചോ പൂരിപ്പിക്കാൻ വേണ്ടിയെന്ന്. അപ്പോൾ സ്വർഗത്തിലിരിക്കുന്ന യേശു ക്രിസ്തു സ്വർഗത്തിൽ എത്തുന്നതിന് മുമ്പ് ക്രൂശിൽ കിടന്ന് മരിച്ചപ്പോൾ ഒരു വാക്യം ഉദ്ധരിച്ചു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാമത്തെ വാക്യം, എല്ലാം പൂർത്തിയായെന്ന് പറഞ്ഞാൽ എല്ലാം താൽക്കാലികമായി ഞാൻ പൂർത്തീകരിച്ചിട്ടുണ്ട്, ബാക്കിയുള്ളതെല്ലാം പാസ്റ്റർമാരും പട്ടക്കാരും ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ യേശു ക്രിസ്തു ക്രൂശിൽ കിടന്ന് എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് രക്ഷയ്ക്ക് ആവശ്യമുള്ള ഈ എല്ലാം നിറപടിയായി ഞാൻ പൂർത്തിയാക്കിയിട്ടാണ് പിതാവിന്റെ അടുത്തേക്ക് പോകുന്നത് എന്നല്ലേ പറഞ്ഞത്? എന്തെങ്കിലും ബാക്കി വെച്ചോ? രക്ഷയ്ക്കുള്ള എന്തെങ്കിലും കാര്യം ബാക്കി വെച്ചിട്ടാണ് പോയത്? അപ്പോൾ ബാക്കി വെച്ചു എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ പുരോഹിതന്മാരും പാസ്റ്റർമാരും. അപ്പോൾ രക്ഷയ്ക്ക് വേണ്ടി അത് വേണം, ഇത് വേണം, മറ്റത് വേണം എന്ന് പറയുന്നവർ യേശു ക്രിസ്തുവിന്റെ രക്ഷ പൂർണ്ണമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇദ്ദേഹം എടുത്തു ചോദിക്കുന്നുണ്ടല്ലോ, ബാക്കി എന്തെങ്കിലും ശേഷിപ്പിച്ചോ പൂരിപ്പിക്കാൻ വേണ്ടിയെന്ന്. ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം, പൂരിപ്പിക്കാൻ വല്ലതും ഉണ്ടോ എന്ന് നമുക്ക് വചനത്തിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ രക്ഷയുടെ പദ്ധതി പൂർണ്ണമാക്കി എന്ന് പറഞ്ഞാൽ ഞാനൊരു ഉദാഹരണം പറയാം. ചിലർക്കൊന്നും ഉദാഹരണം പറഞ്ഞ് ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ഞാൻ വായിക്കുന്ന ബൈബിളിൽ ഞാൻ വിശ്വസിക്കുന്ന യേശു ഉപമകളും ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഞാനും പറയുന്നത്. നമ്മുടെ ദേശത്ത് സർക്കാർ ഒരു ഹോസ്പിറ്റൽ തുടങ്ങാനായിട്ട് എല്ലാവിധ ചികിത്സ സൗകര്യങ്ങളോട് കൂടിയ ഓപ്പറേഷനും സ്കാനിങ്ങും എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ ഒരു ഹോസ്പിറ്റലിനുള്ളതായ ഒരു പദ്ധതി ഇട്ടു. അതിന് പ്രകാരം പണിയുക. ഇതെന്തിനാണ് പണിയുന്നത്? രോഗികൾക്ക് ചികിത്സിച്ച് സുഖപ്പെടണം. അതിൻ്റെ ലക്ഷ്യത്തിലാണ് എന്തു ചെയ്യുന്നത്? ഹോസ്പിറ്റൽ പണിയുന്നത്. അപ്പോൾ പറഞ്ഞ പ്രകാരം സ്ഥലം കണ്ടെത്തി, ബിൽഡിംഗ് പണിതു, എല്ലാവിധ സജ്ജീകരണങ്ങളോട് ക്രമീകരിച്ചു. ഓപ്പറേഷനുള്ളതും ICUവും വെന്റിലേറ്ററും അതുപോലെ തന്നെ സ്കാനിങ്, എക്സ്റേ, ലാബ് എല്ലാവരും ക്രമീകരിച്ചു. സംഭവം പൂർത്തിയായി എന്ന് പറഞ്ഞാൽ ചികിത്സയ്ക്കുള്ള സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായി. ഇതുകൊണ്ട് അവിടെയുള്ള രോഗികളെല്ലാം സുഖമാകുമോ? അവിടെ ഒന്നും ശേഷിച്ചിട്ടില്ല. ഒരു ഹോസ്പിറ്റലിന് വേണ്ടിയുള്ള സകല കാര്യങ്ങളോടെ സജ്ജമായി കഴിഞ്ഞു. പക്ഷേ രോഗികൾ സുഖമായില്ലല്ലോ. രോഗികൾ സുഖമാകണമെങ്കിൽ രോഗികൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അവരുടെ വരണം, നിയമപ്രകാരം ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തതിന് ശേഷം ഡോക്ടറെ കാണണം. ഡോക്ടർ പറയുന്ന പരിശോധനകൾക്ക് വിധേയപ്പെടണം. അത് മാത്രം പോരാ, അവർ പറയുന്നത് അനുസരിക്കുകയും ചെയ്യണം. ഇത്രയെല്ലാം ചെയ്തു. പരിശോധിച്ചു, എക്സ്റേ എടുത്തു, കുഴപ്പമെല്ലാം കണ്ടുപിടിച്ചു. സ്കാൻ ചെയ്തു, കുഴപ്പമെല്ലാം കണ്ടുപിടിച്ചു. ഡോക്ടറെ ചെന്ന് കാണിച്ചു. ഓക്കെ, ഡോക്ടർ പറയണത് എനിക്ക് വിശ്വാസമാണ്, സുഖമാകും. ഇങ്ങനെ പറഞ്ഞാൽ സുഖമാകുമോ? ഡോക്ടർ ചില കാര്യം ഇന്ന മരുന്ന് കഴിക്കണം, അത് ഇത്ര നേരത്ത് കഴിക്കണം, ഇന്ന സമയത്ത് കഴിക്കണം, ഇന്ന ഭക്ഷണങ്ങൾ വർജിക്കണം. ഇതൊക്കെ അനുസരിച്ചെങ്കിലേ ഈ ഹോസ്പിറ്റൽ കൊണ്ട് ഗുണമുള്ളൂ. സർക്കാരിൻ്റെ ഭാഗം സർക്കാർ നിർവഹിച്ചു. ജനത്തിനാവശ്യമുള്ളതായ ഹോസ്പിറ്റൽ സകലവിധ സജ്ജീകരണങ്ങളും കൂടി അവിടെ ക്രമീകരിച്ചു. ഇനി അത് ജനത്തിന് പ്രയോജനപ്പെടണമെങ്കിൽ ജനം ചെയ്യേണ്ട കാര്യം അവിടെ ചെല്ലണം, ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം. ഡോക്ടർ പറയുന്നത് അനുസരിക്കുകയും വേണം. അനുസരിക്കുന്നത് കേട്ടിട്ട് പോന്നാൽ പോരാ, ചെയ്യണമെന്ന്. ഇത് തന്നെയാണ് രക്ഷയ്ക്കുള്ള പരിപാടി എല്ലാം യേശു ക്രൂശിൽ നിർവഹിച്ചു. ഇനി അത് പ്രയോജനപ്പെടണമെങ്കിൽ വിശ്വസിക്കുകയും വേണം. നിങ്ങൾ വായിച്ച് കേൾപ്പിച്ച വചനം പോലെ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും പറഞ്ഞതുപോലെ തന്നെ അനുസരണവും കൂടി വേണം. അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. യേശു എന്തെല്ലാം കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്? യേശു യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ പോവുകയാണ്, ഇനി വേറൊരു കാര്യസ്ഥൻ വരും, നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം അവൻ ഉപദേശിച്ച് തരും. മനസ്സിലായോ? ഇതൊരു വ്യക്തിയിൽ നടക്കുന്നത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുള്ള ബോധപ്പെടുത്തലാണ്. എന്നാൽ പൊതുവായി ചെയ്തത് അപ്പോസ്തലനായ പൗലോസിനെ പിടിച്ചു,
താൻ കുറേയൊക്കെ പഠിച്ചു നടന്ന ആളായിരുന്നല്ലോ, എല്ലാം പഠിച്ച ആളായിരുന്നു. പക്ഷേ തന്നെ ആത്മാവിൽ മൂന്നാം സ്വർഗത്തോളം ദൈവം എടുത്തിട്ട് തനിക്ക് ചിലർക്ക് അത് കാണിച്ചു കൊടുത്തു. അങ്ങനെ താൻ പറയുക, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചത് നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുന്നത് എന്തെന്നാൽ. നോക്കിക്കേ, ഇത് തന്നെയാണ് യേശു പറഞ്ഞിട്ട് പോയത്, ഞാൻ പോവുകയാണ്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് ഉപദേശിച്ചു തരും. അത് ഉപദേശിപ്പാനായി കൂടുതലും ഉപദേശങ്ങൾ ജനത്തിലേക്ക് പകർന്നു കൊടുക്കാൻ ഉപയോഗിച്ചത് പൗലോസിനെയാണ്. ഇനി വേറൊരു രസം പറയാം, ഈ കൂട്ടർക്ക് പൗലോസിന് അത്ര വലിയ വിശ്വാസമൊന്നുമില്ല. ഞാൻ അവിടെ നിന്ന് ശുശ്രൂഷിക്കുന്ന സമയത്ത് പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞതാണ്, പൗലോസ് പേരും കള്ളൻ. പത്രോസും അതുപോലെ തന്നെ. ആദ്യം പത്രോസ് കള്ളൻ എന്ന് പറയാനുള്ള കാരണം പറയട്ടെ. ഞാൻ അവിടെ ശുശ്രൂഷിക്കെടുത്ത വചനം, പത്രോസ് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? അപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ ഞാൻ ചില കാര്യങ്ങൾ വചനത്തിൽ നിന്ന് പറഞ്ഞു വന്നപ്പോൾ ഇടയ്ക്ക് ഇരുന്നിട്ട് ചോദിച്ചു, പക്ഷേ പത്രോസ് സകലതും വിട്ടെന്ന് പറഞ്ഞ് എന്തൊക്കെയാണ് വിട്ടത്? ഞാൻ പറഞ്ഞു, അവിടെ ലിസ്റ്റ് എഴുതി വെച്ചിട്ടില്ല, ഒറ്റ വാക്ക്, സകലതും വിട്ട്. എങ്കിലും അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, താൻ മനസ്സുകൊണ്ടും എല്ലാം വിട്ട ഇറങ്ങിയെന്ന് ഞാൻ കൂട്ടിച്ചേർത്തു. 3-4 പോയിന്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഞാൻ ആ ക്ലാസ് അവിടെ എടുത്തത്. അപ്പോൾ അവിടെ പറയുകയാണ്, പത്രോസ് ഒന്നും വിട്ടില്ല, പത്രോസ് വെറും കള്ളനാ. കാരണം യേശുവിനെ ക്രൂശിച്ച് കഴിഞ്ഞപ്പോൾ താൻ പോയി അങ്ങോട്ട് മീൻ പിടിക്കാൻ പോയി. അപ്പോൾ വള്ളവും വലയും തൊഴിലൊക്കെ ഉപേക്ഷിച്ചിട്ടാണോ പോകുന്നത്? മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചിട്ടാണോ പോകുന്നത്? പത്രോസ് പെരും കള്ളനാണെന്ന്. അപ്പം ഞാൻ പറയുകയുണ്ടായി, അവിടെ സകലതും വിട്ടു എന്ന് പറയാനുള്ള കാരണം തൊട്ട് മുകളിലുള്ള സന്ദർഭം വായിക്കുക. ധനികനായ ഒരുവൻ നിത്യജീവനെ പ്രാപിപ്പാൻ വന്നു. യേശുവിൻ്റെ ചോദിച്ചു, ഗുരു, ഞാൻ നിത്യജീവനെ പ്രാപിപ്പാൻ എന്തെല്ലാം ചെയ്യണം? അപ്പോൾ യേശു ന്യായപ്രമാണത്തിൽ 5 കാര്യം പറഞ്ഞു. അപ്പനമ്മയും ബഹുമാനിക്കണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ അതെല്ലാം ബാല്യം മുതൽ ചെയ്തു വരുന്ന ആളാണ്. അപ്പോൾ യേശു പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം. താഴോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, അവൻ ധനവാനായതുകൊണ്ട് ദുഃഖിച്ച് അവൻ പോയി. അപ്പോൾ അവൻ എന്ത് കിട്ടിയില്ല? നിത്യജീവൻ കിട്ടിയില്ല. കാരണം എന്ത്? യേശു പറഞ്ഞത് അവൻ ചെയ്തില്ല. വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ അവൻ വന്നത്. നിത്യജീവൻ യേശു തരുമെന്നുള്ള വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ യേശുവിൻ്റെ അടുക്കള വന്നത്. പക്ഷേ യേശു പറഞ്ഞത് അനുസരിച്ചില്ല, നിത്യജീവൻ കിട്ടിയോ? പിന്നെ നിങ്ങൾ എന്തു പ്രമാണം പറഞ്ഞു വരുന്നത് മനസ്സിലാകുന്നില്ല. ഒറ്റ കാരണം, തനിക്കുള്ളത് വിറ്റ് ദരിദ്രന് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അതൊരു കൽപ്പനയല്ല, പൊതുജനത്തോടുള്ളൊരു കൽപ്പനയല്ല, പക്ഷെ പ്രത്യേകിച്ച് അവനോടുള്ളൊരു പ്രമാണമാണ്. കാരണം അവന് നിത്യജീവനേക്കാൾ അവൻ വില കൊടുത്തിരിക്കുന്ന അവൻ്റെ ധനത്തിന്, അവൻ്റെ സ്വത്തിനാണ്. അതുകൊണ്ട് അവൻ്റെ മനസ്സിൽ നിത്യജീവൻ കിട്ടിയില്ലേലും വേണ്ടില്ല, ഈ സ്വത്ത് കളഞ്ഞിട്ടുള്ള പരിപാടിയില്ല എന്ന അവൻ്റെ നിരൂപണം തിരിച്ചറിഞ്ഞ യേശു ഡിമാൻഡ് വെച്ചത് അതുതന്നെയാണ്. ഇവർ പറഞ്ഞ തിയറി അനുസരിച്ച് വിശ്വസിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. എന്നിട്ട് എന്ത് ചെയ്ത് ധനവാന് നിത്യജീവൻ കിട്ടാതെ പോയത്? അവൻ ദുഃഖിച്ച് പോകാൻ കാരണം എന്നാ? നിത്യജീവൻ കിട്ടിയെങ്കിൽ അവൻ ദുഃഖിച്ച് പോകേണ്ട ആവശ്യമില്ലല്ലോ. യേശു മനുഷ്യമാൻ, നീ എന്നെ വിശ്വസിക്കുന്നോ? എനിക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ യേശു ഞാൻ അങ്ങയുടെ അടുത്തൊക്കെ വന്നത്. അപ്പോൾ നിനക്കിന്ന് വിശ്വാസം ഉണ്ടല്ലേ? എന്നാൽ നീ പൊക്കോ, നിനക്ക് നിത്യജീവൻ കിട്ടി. അങ്ങനെയാണ് പിന്നെ സന്തോഷിച്ചല്ലേ പോകണ്ടേ? അപ്പോൾ അവൻ ദുഃഖിച്ച് പോയപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? അവൻ നിത്യജീവൻ കിട്ടിയിരുന്നില്ലേ? നിങ്ങൾ പറയുന്ന തിയറി അനുസരിച്ച് വിശ്വാസം ഉള്ളതുകൊണ്ട് വന്നവൻ ദുഃഖിച്ച് പോകാൻ കാരണം എന്താ? അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ പത്രോസ് പറയാം, നാഥ, ഞങ്ങൾ സകലതും വിട്ടാണ് ഇറങ്ങിത്തിരിച്ച്. ആ സകലതും എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ലിസ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ലിസ്റ്റ് തരത്തില്ല, കാരണം പത്രോസ് അവിടെ ലിസ്റ്റ് വെച്ചിട്ടില്ല. പത്രോസ് ഉണ്ടാക്കാത്ത ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കണോ? എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വരുമ്പോൾ പത്രോസ് വ്യക്തമായിട്ട് പറയുന്നത്, നാഥ, ഞങ്ങൾക്കുള്ളത് സകലതും വിട്ട് അനുഗമിക്കുന്നു. അദ്ദേഹം എന്നോട് പറയുക, പത്രോസ് സകലതും വിട്ട് പോകുന്നെന്ന് പറഞ്ഞാൽ തൻ്റെ പഴയ ആരാധന, ന്യായപ്രമാണോ അതെല്ലാം വിട്ടിട്ടാ പോകുന്നെന്നു. നോക്കണേ, അങ്ങനെയാണെങ്കിൽ ലൂക്കോസിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്തോന്നാ? നാഥ, ഞങ്ങൾക്കുള്ളത് സകലതും വിട്ട്. അപ്പോൾ സന്ദർഭത്തിലൊക്കെ കൂട്ടിച്ചേർക്കുക, അവന് ആ നിത്യജീവനെ പ്രാപിക്കാൻ വന്ന ആൾക്ക് തനിക്കുള്ളത് വിട്ടുകളയാൻ മടിയാ, തനിക്കുള്ള സ്വത്തും സമ്പത്തെല്ലാം വിട്ടുകളയാൻ മടിയാ. പക്ഷെ ഞങ്ങൾക്കുള്ളത്, പത്രോസിനുണ്ടായിരുന്ന സ്വത്തും എല്ലാം വിട്ടിട്ടാ പോകുന്നതെന്ന് എത്ര വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് പറയാം പത്രോസ് കള്ളനാണെന്ന്. പൗലോസിനെ കുറിച്ച് പറയുന്നതെന്നറിയാമോ? അപ്പം ഞാനിത് പറയാൻ കാരണം, പൗലോസിന് പ്രാപിച്ചതാണ് നമുക്ക് തന്നത് എന്ന് പറയുമ്പോൾ പൗലോസിന് ഇവർ അംഗീകരിക്കത്തില്ല. അതിൻ്റെ കാരണം പറയുന്നത് പൗലോസ് പെരും കള്ളനും നുണയനുമാണ്. 1 കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ താൻ കൊരിന്ത്യരെ വിശ്വാസികളോട് പറയുന്നുണ്ട്. അവിടെ 4 പ്രത്യേക ഡിവിഷൻസ് ഉണ്ടായല്ലോ, അപ്പല്ലോസിൻ്റെയും
അവരുടെയൊക്കെ ഓരോ ഗ്രൂപ്പുകളുണ്ടായല്ലോ. ഞാൻ എൻ്റെ നാമത്തിൽ നിങ്ങളെ സ്നാനപ്പെടുത്തിയോ? ഞാൻ ക്രിസ്പോസിനെയും ഗായസിനെയും ഒഴികെ, പിന്നെ ആ സ്തേഫാനോസിൻ്റെ ഭവനക്കാരെ ഒഴികെ വേറെ ആരെയും സ്നാനപ്പെടുത്തിയിട്ടില്ല. താൻ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ സ്നാനപ്പെടുത്താതിരുന്നുകൊണ്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വേറെ ആരെയും സ്നാനപ്പെടുത്തിയിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഇത് പൗലോസ് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, കാരാഗ്രഹ പ്രമാണിയെ സ്നാനം കഴിപ്പിച്ചതാരാ? ഞാൻ മിണ്ടിയില്ല. കാരണം അവിടെ ആരാന്ന് എഴുതി വെച്ചിട്ടില്ല. പൗലോസുമുണ്ട്, ശീലാസുമുണ്ട്. അവൻ രാത്രിയിൽ അവിടെ അവരെ കൂട്ടിക്കൊണ്ടുപോയി. ആ ഭാഗം എടുത്ത് വായിച്ചു നോക്കുക. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ രാത്രിയിൽ തന്നെ അവരുടെ മുറിവുകളെ കെട്ടി. പിന്നെ പറയുന്നത് അവർ താമസിയാതെ സ്നാനം ഏറ്റു. അപ്പോൾ തന്നെയാണെന്ന് കൂട്ടിക്കോ, താമസിയാന്ന്. ഒന്ന് പറയുന്നുണ്ട് രാത്രിയിൽ തന്നെ എന്ന് പറയുമ്പോൾ ആ സമയം തന്നെ, ആ നാഴികയിൽ തന്നെ എന്ന് പറയുന്നത്, ആ നാഴികയിൽ തന്നെ കൊണ്ടുപോയി അവരുടെ മുറിവുകളെ വെച്ച് കിട്ടി. അപ്പോൾ തന്നെ നടന്നൊരു സംഭവമാണെങ്കിൽ എഴുതി വെക്കേണ്ടത് എങ്ങനെയാണ്? ആ നാഴികയിൽ തന്നെ അവരുടെ മുറിവുകളെ വെച്ച് കെട്ടി അവരെ സ്നാനപ്പെടുത്തി എന്നല്ല പറയണ്ടേ. പക്ഷെ എഴുതിയിരിക്കുന്നുണ്ടല്ലോ, അടുത്തെഴുതി വേറൊരു പദം കയറ്റി വെച്ചിട്ടുണ്ട്, താമസിയാതെ. അന്ന് തന്നെ ആകണമെന്നൊന്നുമില്ല, ആണെങ്കിൽ ഇങ്ങനെ എഴുതി വെച്ചേരും. ആ നാഴികയിൽ തന്നെ മുറിവുകളെ വെച്ച് കെട്ടി അവർ സ്നാനമേറ്റെന്ന് എഴുതി വെക്കണമായിരുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് ആ നാഴികയിൽ തന്നെ അവർ മുറികൾ വെച്ച് കെട്ടിയിട്ട് താമസിയാതെ, ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും, 2 ദിവസം കഴിഞ്ഞ്, എന്ന് പറഞ്ഞാൽ 5-6 മാസം ഒന്നും കാത്തിരുന്നില്ലെന്ന്, താമസിയാതെ. ഇനി അങ്ങനെയാണെങ്കിൽ പോലും അവർ സ്നാനം ഏറ്റു എന്ന് പറഞ്ഞിട്ടുള്ളൂ, ഇവർ സ്നാനപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടില്ല. ഇനി സ്നാനപ്പെടുത്തി എന്ന് പറഞ്ഞാൽ പോലും പൗലോസ് സ്നാനപ്പെടുത്തി എന്ന് എഴുതിയിട്ടില്ല. ശീലാസും കൂടെ ഇല്ലായിരുന്നോ? പിന്നെ എന്തിനാ എഴുതാപ്പുറം വായിച്ചിട്ട് പൗലോസിനെ ഇങ്ങനെ ഇട്ട് വിധിക്കുന്നത് എന്തിനാ? പൗലോസ് കള്ളം പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞാണ്, പാസ്റ്ററെ എന്നോട് ചോദിക്കുക, പാസ്റ്റർക്ക് ഇതുപോലെ നാട്ടിൽ അറിയപ്പെടുന്ന പ്രമുഖനായ ഒരാളെ സ്ഥാനപ്പെടുത്തേണ്ട അവസരം കിട്ടിയാൽ അത് മറന്നു പോകുമോ? ഇല്ല, ഞാൻ മറക്കത്തില്ല. അങ്ങനെയെങ്കിൽ അവിടുത്തെ ഒരു കാരാഗ്രഹ പ്രമാണിയായിരിക്കുന്ന ഒരുവനെ സ്നാനപ്പെടുത്തേണ്ട അവസരം കിട്ടിയിട്ട് മറന്നുപോയ ഇവൻ പെരും കള്ളനല്ലേ ഇന്ന്. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. ആ നാഴികയിൽ മുറിവ് വെച്ച് കെട്ടി, പക്ഷെ താമസിയാതെ സ്നാനം ഏറ്റു. അവർ സ്നാനം ഏറ്റെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഇവർ സ്നാനപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ടില്ല, പൗലോസ് സ്നാനപ്പെടുത്തിയെന്ന് എഴുതിയിട്ടില്ല. വ്യക്തമല്ലോ. രണ്ടാമത്തെ പോയിന്റ്, ആ അധ്യായത്തിൽ തന്നെ പറയുന്ന പുഴമുഖത്ത് വന്നപ്പോൾ ലുതി എന്ന് പറയുന്ന പെൺകുട്ടി കർത്താവിനെ സ്വീകരിച്ച് കുടുംബമായി സ്നാനമേറ്റു. അവിടെയും ഇവരിൽ ആരാ സ്നാനപ്പെടുത്തിയെന്ന് പറയുന്നില്ല. പൗലോസും ഉണ്ട്, ശീലാസും ഉണ്ട്. ഇവരിൽ ആരാണ് സ്നാനപ്പെടുത്തിയെന്ന് പറയുന്നില്ല. മൂന്നാമത് അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിൽ എഫെസോസിൽ വന്ന പൗലോസ് 12 പേരെ സ്നാനപ്പെടുത്തിയിട്ടുണ്ടെന്ന്. അവിടെ സ്നാനം പൗലോസ് ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ വിശ്വസിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാപിച്ചോ? ഇല്ല, പരിശുദ്ധം ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ പിന്നെ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം? കാര്യങ്ങളൊക്കെ പറഞ്ഞു. പെട്ടെന്ന് ഞാൻ കൂട്ടിക്കൊണ്ടുപോയി അവർ സ്നാനമേറ്റു. അവിടെ ആരാ സ്നാനപ്പെടുത്തിയെന്ന് പറയുന്നില്ല. ഇനി പോട്ടെ, അവിടെ പൗലോസിൻ്റെ മാത്രമേ ഉള്ളൂ. അവിടെ പൗലോസാണ് സ്നാനപ്പെടുത്തിയെന്നിരിക്കട്ടെ. ഇനി 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിലേക്ക് വന്നേ. അവിടെ പറയാണ്, പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്. ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 14 മുതലാണ് വായിക്കുന്നത്. എൻ്റെ നാമത്തിൽ ഞാൻ സ്നാനം കഴിപ്പിച്ചു എന്ന് ആരും പറയാതെ വണ്ണം ക്രിസ്പോസിനെയും ഗായസിനെയും ഒഴികെ നിങ്ങളിൽ ആരെയും ഞാൻ സ്നാനം കഴിപ്പിക്കായകയാൽ ഞാൻ ദൈവത്തിനു സ്തോത്രം ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു, സ്തേഫാനോസിൻ്റെ ഭവനക്കാരെയും ഞാൻ സ്നാനം കഴിപ്പിച്ചതല്ലാതെ മറ്റാരെയും സ്നാനം കഴിപ്പിച്ചുവോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇവിടെ മറ്റാരെയും ഞാൻ സ്നാനം കഴിപ്പിച്ചുവോ എന്ന് ഓർക്കുന്നില്ല എന്നുള്ള ഒറ്റ പദപ്രയോഗത്തിലാണ് പൗലോസിനെ, വിശുദ്ധനായ പൗലോസിനെ, കർത്താവ് നേരിട്ട് പിടിച്ച പൗലോസിനെ, പുതിയ നിയമസഭയ്ക്ക് 12-13 ലേഖനങ്ങൾ ആത്മാവിൽ എഴുതിയ പൗലോസിനെ, 3-ാം സ്വർഗത്തിലും എടുക്കപ്പെട്ട പൗലോസിനെ, അപ്പോസ്തലന്മാരിൽ യാതൊരു ശ്രേഷ്ഠതയ്ക്കും കുറവില്ലാത്ത പൗലോസിനെ ഇവർ കുറ്റം വിധിച്ച് തള്ളുന്നത് ഈ ഒറ്റ വാക്കിലാണ്. ഏത്? ഞാൻ ഓർക്കുന്നില്ല. എൻ്റെ പൊന്ന് വളജയ, അവിടെ കൊരിന്തിൽ ചെന്ന് വെച്ചിട്ട് കൊരിന്തിലുള്ള വിശ്വാസികളോട് പറഞ്ഞാൽ, നിങ്ങളിൽ ആരെയും ഈ പറയപ്പെടുന്ന സ്തേഫാനോസിൻ്റെ കുടുംബത്തെയും ക്രിസ്പോസിനെയും ഗായസിനെയും അല്ലാതെ നിങ്ങളിൽ ആരെയും, ഏത് നിങ്ങളിൽ? കൊരിന്തിലെ വിശ്വാസികളായിരിക്കുന്ന നിങ്ങളിൽ ആരെയും ഞാൻ സ്നാനം കഴിപ്പിച്ചതായിട്ട് ഓർക്കുന്നില്ല എന്ന് പറയുമ്പോൾ എഫെസോസിൽ ചെന്ന് സ്നാനപ്പെടുത്തിൻ്റെ കണക്ക് ഇവിടെ പറയണമോ? അടുത്തത്, പുഴവക്കത്തിരുന്ന ലുതിയെ സ്നാനപ്പെടുത്തിയെന്നിരിക്കട്ടെ,
ഇവിടെ കൊരിന്തിലെ കാര്യം വെച്ചാൽ പറയുന്നത്, കൊരിന്തിലെ കാര്യം. കാരണം ഞാൻ അങ്ങനെ ഇത്രയ്ക്ക് ഗൗരവമായിട്ട് പറയാൻ കാരണം അവിടെ പൗലോസിനായിട്ട് വധിക്കുന്ന വധിക്കൽ ഈ കള്ളൻ എഴുതി വെച്ചേക്കുന്നതാണോ നമ്മൾ വിശ്വസിക്കുന്നത് എന്നാ ചോദിച്ചിരിക്കുന്നത്. പത്രോസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, പത്രോസ് ഉള്ള കാര്യം പറഞ്ഞ് ഞങ്ങൾക്കുള്ളത് എനിക്കുള്ളത് ഞങ്ങൾക്ക്, പത്രോസ് ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളത് വിട്ടിട്ട് പത്രോസിൻ്റെ സ്വന്തമായിട്ടാണോ ന്യായപ്രമാണം ഇരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും പത്രോസും പൗലോസും പറഞ്ഞ് എന്നാന്ന് ഇവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ഇവർ രണ്ടുപേരും കള്ളന്മാരെയൊക്കെ അവതരിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന തെളിവ് പൗലോസിൻ്റെ കാര്യം എടുത്താൽ ഇവർ സമ്മതിക്കത്തില്ല. ഇവർ പറഞ്ഞാൽ പൗലോസ് കള്ളനാണ്. അപ്പോൾ പൗലോസ് കള്ളനാണോ അല്ലയോ എന്നുള്ള കാര്യം നിങ്ങളിതിപ്പോൾ കേട്ടപ്പോൾ മനസ്സിലായല്ലോ ഈ സ്നാനത്തിൻ്റെ കാര്യത്തിലേക്ക്. എന്നാൽ ഇദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യം, യേശു ക്രൂശിൽ ചെയ്തത് പൂർണ്ണമായ പരിപാടിയാണ്, ആ പൂർണ്ണം തന്നെയാണ്. അതിനകത്ത് ആരുടെയും പങ്കാളിത്തം വേണ്ട, പൂരിപ്പിക്കാനൊന്നും വേണ്ടെന്ന്, ആരും പൂരിപ്പിക്കേണ്ടെന്ന്. പൂരിപ്പിക്കണോ വേണ്ടയോ എന്ന് നമുക്ക് ബൈബിളിൽ നിന്ന് അന്വേഷിക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വചനം ഞാൻ വായിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ട അനുഭവങ്ങളിൽ സന്തോഷിച്ചു, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. ഇവിടെ പൗലോസ് പറയുന്നല്ലോ, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായത് സഭയ്ക്ക് വേണ്ടി, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടി പൗലോസ് തൻ്റെ ശരീരത്തിൽ പൂരിപ്പിക്കുന്നു. തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. യേശു ക്രൂശിൽ ഒരുക്കിയ രക്ഷാമാർഗം അപൂർണമായതുകൊണ്ട് അത് പൂർണ്ണമാകാൻ വേണ്ടി പൗലോസും കൂടിയാണത് പൂർണ്ണമാക്കിയതെന്നുള്ള അർത്ഥമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന അർത്ഥം ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണത്തിലേക്ക് വരികയാണ്. സർക്കാർ പറഞ്ഞു ഇവിടെ എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടി ഒരു ഹോസ്പിറ്റൽ പണിയാമെന്ന്. അത് സർക്കാർ നിർവഹിച്ചു. പക്ഷേ അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് വരണമെങ്കിൽ രോഗികൾ കടന്നു വന്ന് അവിടെ ചികിത്സിക്കണം. അപ്പോൾ രോഗികൾക്കൊരു പങ്കുണ്ട്, അവരവിടെ കടന്നു ചെല്ലണം. ഇനി അവരെ ചികിത്സിപ്പിക്കാനായി ഡോക്ടേഴ്സ് വേണം. അവരുടെ രോഗം കണ്ടെത്തി അവർക്ക് മരുന്ന് നിശ്ചയിച്ച് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ഡോക്ടേഴ്സ് വേണം. അപ്പോൾ ഡോക്ടേഴ്സിനും ഒരു പങ്കുണ്ട്. ഇനി ഞാൻ ചോദിക്കട്ടെ, സർക്കാർ ഒരുക്കിയ ഹോസ്പിറ്റൽ പൂർണ്ണമല്ലായിരുന്നോ? പിന്നെ എന്തിനാ ഡോക്ടറിൻ്റെ പങ്കാളിത്തം വന്നേ? പിന്നെ എന്തിനാ രോഗിയുടെ പങ്കാളിത്തം വന്നേ? മനസ്സിലായി കാണുമല്ലോ. സർക്കാർ ഒരുക്കിയ പദ്ധതി പൂർണ്ണമാണ്, അതിനകത്ത് ഒരു അപൂർണതയും ഇല്ല. പക്ഷെ അത് ജനത്തിലേക്ക് ഫലപ്രാപ്തിയിലെത്തുമ്പോൾ ഡോക്ടേഴ്സിൻ്റെ സേവനവും രോഗികളുടെ വിധേയത്വവും അതിനാവശ്യമാണ്. ഇതുപോലെ തന്നെ യേശു ക്രൂശിൽ ഒരുക്കിയ രക്ഷയുടെ പദ്ധതി പൂർണ്ണമാണ്, അതിനകത്ത് ആരും ഷെയർ കൂടണ്ട. ഇനി അത് ഫലപ്രാപ്തിയിലേക്ക് എത്തണമെങ്കിൽ ചില കാര്യങ്ങളോടുണ്ട്. എന്തിനു വേണ്ടിയാണ്? സഭയ്ക്കു വേണ്ടിയാണ്. സഭയെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്. ഇവിടെ രക്ഷയുടെ മാർഗമേ ഒരുങ്ങിയിട്ടുള്ളൂ. രക്ഷയുടെ മാർഗമാണ് ക്രൂശിൽ ഒരുക്കിയിരിക്കുന്നത്, അത് പൂർണ്ണമാണ്. ഇനി അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തണമെങ്കിൽ ഈ ക്രൂശിൽ ഒരുക്കിയ രക്ഷയുടെ മാർഗത്തെക്കുറിച്ച് പ്രഘോഷിക്കണം ജനങ്ങളിലേക്ക്. അത് കഷ്ടങ്ങളും ത്യാഗങ്ങളും ഏറ്റെടുത്തുകൊണ്ട്, ജഡത്തിൽ കഷ്ടങ്ങൾ അനുഭവിച്ചുകൊണ്ട്, ഉപദ്രവങ്ങളും കുണ്ടറയിലെയും തടവറയിലെയും എല്ലാ ആഘാതങ്ങളും ഏറ്റെടുത്തുകൊണ്ട് താനത് ആ വിളംബരത്തിന് പോവുക. എന്ത്? യേശു ക്രൂശിൽ ഒരുക്കിയ രക്ഷാമാർഗത്തിൻ്റെ ഫലപ്രാപ്തി കാണണമെങ്കിൽ ആ സന്ദേശം ജനങ്ങളിലേക്ക് എത്തണം. ജനങ്ങളിൽ അത് എത്തിക്കുന്ന മാർഗമാണ് പൗലോസ് അത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയാണ് അപ്പോസ്തലനായത്. അപ്പോസ്തലൻ വിളംബരം പലയിടങ്ങളിലൂടെ സഞ്ചരിച്ച് വിളംബരം ചെയ്യുന്ന ആ രക്ഷയുടെ മാർഗം ഏറ്റെടുത്തു വരുന്നവരെ അവരോട് കർത്താവ് പ്രമാണിപ്പാനായി കൽപ്പിച്ചത് അവരെ പഠിപ്പിക്കണം. എന്നിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. അതൊരു പ്രവൃത്തിയല്ലേ? ഈ പ്രവൃത്തി ഇവർക്കിത് ഫലപ്രദമാകുവാൻ, ഈ രക്ഷയുടെ മാർഗം അവർക്കത് പ്രയോജനകരമാകാൻ വേണ്ടിയാണ് ഇത് വെച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സർക്കാർ വെച്ചിരിക്കുന്ന ഹോസ്പിറ്റലിൽ രോഗികൾക്ക് സുഖം പ്രാപിപ്പാനാണ്. പക്ഷെ രോഗി അവിടെ കടന്നു ചെന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം. ഡോക്ടേഴ്സ് പറയുന്നത് അനുസരിക്കണം. എങ്കിലേ ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആ പൂർത്തീകരിച്ച സജ്ജമാക്കിയ ആ ഒരു പ്രവർത്തനം കൊണ്ട് അവരുടെ ഉദ്ദേശപ്രാപ്തിയിൽ എത്തിച്ചേരത്തുള്ളൂ. യേശു ക്രൂശിൽ മരിച്ചു എന്നതുകൊണ്ട് മാത്രം കർത്താവ് വരുമ്പോൾ ഒരു സഭയും കൊണ്ടാകാൻ കിട്ടത്തില്ല.
അത് കിട്ടണമെങ്കിൽ പൗലോസ് താൻ പൂരിപ്പിച്ചതുപോലെ എന്തിനു വേണ്ടി? സഭയുടെ രൂപീകരണത്തിന് വേണ്ടി. രൂപീകരണം ഇവിടെ നടന്ന അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടോ, 2-ാം അധ്യായത്തിലൊക്കെ ചേർന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അതല്ല പറഞ്ഞത്, അതിൻ്റെ വളർച്ചയ്ക്ക് സഭയിലേക്ക് അംഗങ്ങൾ കൂടണമെങ്കിൽ ഇത് പ്രചരിപ്പിക്കണം. അത് യേശു ചെയ്തില്ല, അത് പൗലോസാണ് ചെയ്തത്. പൗലോസ് ചെയ്തിട്ട് തീർന്നിട്ടില്ല. ഭൂമിയുടെ അറ്റത്തോളം എത്തുവാൻ നമ്മളെപ്പോലെ സുവിശേഷം പറയുന്ന ദൈവദാസന്മാർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നും ദൈവദാസന്മാർ അത് ശരീരത്തിൽ പൂരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയോ ജനങ്ങളാണ് സുവിശേഷത്തിന് വേണ്ടി മർദ്ദനം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്ററൊക്കെ ഉണ്ട്, അദ്ദേഹത്തെ വളരെ ഉപദ്രവിച്ചു കഴിഞ്ഞു സുവിശേഷ വിരോധികൾ. എന്തിനു വേണ്ടി? പൗലോസ് ചെയ്തതുപോലെ സഭയെ ശരീരത്തിലത് പൂരിപ്പിക്കുക. സഭയിലേക്ക് കർത്താവ് വരുമ്പോൾ ചേർക്കപ്പെടുവാനുള്ള സഭയുണ്ടാകേണ്ടതിന് വേണ്ടി. അപ്പോൾ ഇവിടെ ഈ പൗലോസ് പോലും പറഞ്ഞിരിക്കുന്നു, ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കുറവായത് എന്തിനു വേണ്ടി? സഭയ്ക്ക് വേണ്ടിയ, രക്ഷയ്ക്ക് വേണ്ടിയല്ല. രക്ഷയ്ക്ക് വേണ്ടിയുള്ളത് ക്രിസ്തു പൂർണ്ണമായി നിർവഹിച്ചു. ഇനി ആ ക്രൂശിൽ മരിച്ചതിൻ്റെ ലക്ഷ്യമെന്താ? ഒരു സഭയുടെ രൂപീകരണത്തിന്. ആ സഭയാകുന്ന ശരീരത്തിന് വേണ്ടി കഷ്ടം അനുഭവിച്ചത് ആരാ? ഈ സുവിശേഷം പ്രചരിപ്പിച്ചത് ആരാ? യേശുവാണോ? മനസ്സിലായോ? അത് ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കണ്ടേ? ക്രൂശിൽ മരിച്ചതിൻ്റെ ലക്ഷ്യത്തിൻ്റെ പൂർണ്ണതയിലെത്തണ്ടേ? അതിന് പൗലോസാണ് എന്ത് ചെയ്തത്? ശരീരത്തിൽ പൂരിപ്പിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. അതിനുശേഷം ഈ പറയപ്പെടുന്ന ജ്ഞാനം അതിനകത്ത് ഉൾപ്പെടുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം നോർത്ത് ഇന്ത്യയുടെ അനേക ഗ്രാമങ്ങളിൽ പോയി അനേകരുടെ സുവിശേഷം പറഞ്ഞ് ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം സഭയ്ക്ക് വേണ്ടി, സഭയിലേക്ക് അംഗങ്ങൾ കൊണ്ടുവരാൻ ഞാനും അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറയട്ടെ, ഈ ഒരൊറ്റ വാക്യങ്ങൾ മാത്രം വായിച്ചുകൊണ്ട് വെറുതെ അതാണ് എന്ന് പറഞ്ഞ് അതാണെന്നും പറഞ്ഞുകൊണ്ട് വെറുതെ എല്ലാം അറിയില്ലാത്ത ഉപദേശിമാരെ വിളിച്ചുകൊണ്ട് വന്ന് കറക്കി അവിടെ ഇട്ട് കറക്കുന്ന കണ്ട് ആസ്വദിച്ച് ചിരിച്ച് ആഘോഷിച്ച് എഴുന്നേറ്റ് പോകാതെ വചനം പഠിക്കണം. എനിക്കത് പറയാനുള്ളൂ. ഞാനൊരു ദിവസം ഇവിടെ ചെന്ന വ്യക്തി എന്ന നിലയിൽ പറയുകയാണ്, ഇവിടെ യേശു ഒരുക്കിയ മാർഗം പൂർണ്ണമാണ്. പക്ഷെ അത് ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുന്ന കാര്യത്തിൽ പൂർണ്ണത വന്നിട്ടില്ല. അത് ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. സുവിശേഷം പറയൽ, പങ്കുവയ്ക്കൽ, അത് വെറുതെ വിശ്വാസം മാത്രമല്ല. യേശു പറഞ്ഞ കാര്യങ്ങൾ ഒത്തിരി ഉണ്ട് അനുസരിക്കാൻ. നമ്മളതിനെ വായിച്ചല്ലോ, മത്തായി യോഹന്നാൻ 3-ലും എബ്രായർ 5-ലും വായിച്ചല്ലോ. അനുസരണത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇതെന്തു അനുസരിക്കുന്നത്? അവൻ്റെ കൽപ്പന. അപ്പോൾ ചോദിക്കുകയാണ്, ഞാൻ വിശ്വസിച്ചല്ലോ, പിന്നെ എന്തിനാ അനുസരിക്കുന്നത്? അതിന് ഏറ്റവും നല്ല ഉദാഹരണമല്ലേ ആ ധനവാനായ യുവാവ് യേശുവിൻ്റെ അടുക്കൽ വന്നത്? അവൻ വിശ്വസിച്ച് തന്നെ വന്നതാണ്. മാത്രമല്ല അവനെന്ത് കൽപ്പനകളോടും പ്രമാണിക്കുന്നവനാണ്. പക്ഷേ യേശു പറഞ്ഞ ഒറ്റ കാര്യം അനുസരിച്ചില്ല എന്നുള്ള കാരണത്താൽ അവന് നിത്യജീവൻ കിട്ടിയില്ലെങ്കിൽ, അജായ നിങ്ങൾ വായിച്ച വാക്യത്തിൽ തന്നെ കിടപ്പുണ്ട് അതിൻ്റെ കാര്യം. നിങ്ങൾ പറഞ്ഞ വിശ്വാസം മതിയെന്നു. മത്തായി സുവിശേഷത്തിൽ എന്താ വായിച്ചത്? വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പക്ഷെ അനുസരിക്കാത്തവനോ നിത്യജീവനില്ല. കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഈ പഠിപ്പിക്കൽ തിരുവചനത്തോടുള്ള ബന്ധത്തിൽ തികച്ചും ദുരുപദേശമാണ്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എനിക്കറിയാം അടുത്ത സംഭവം വാട്സാപ്പിലേക്ക് വരുമെന്ന്. അതൊന്നും നമുക്ക് വിഷയമൊന്നുമല്ല. ഞാൻ ആ മുന്നമേ ഓർപ്പിച്ചല്ലോ. ദുരുപദേശങ്ങളുടെ കൂർത്ത പല്ലുകൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിപ്പാൻ നോക്കുന്ന ദാവീദിൻ്റെ നേരെ സിംഹം വരുമെന്ന് ഉറപ്പ് തന്നെയുണ്ട്. പക്ഷേ ഇത് ദൈവം ഏൽപ്പിച്ചൊരു ദൗത്യമാണ്. നിർഭയമായി തന്നെ അത് ചെയ്യുകയാണ്. അതുകൊണ്ട് ഇത്തരം ദുരുപദേശങ്ങളിൽ കുടുക്കപ്പെട്ടു പോകാതെ സത്യവചനം പഠിക്കുവാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.